വിഴിഞ്ഞം കോട്ടുകാലിൽ വൻ കൃഷിനാശം. തോട്ടിലെ ബണ്ട് പൊട്ടി വെള്ളം കയറി. കോട്ടുകാൽ കൊല്ലംകോണം മേഖലയിലെ വയലുകളിൽ തോട്ടിലെ ബണ്ട് പൊട്ടി വെള്ളം കയറി വ്യാപകമായ കൃഷിനാശം. ഏകദേശം 50 ഏക്കറോളം വരുന്ന കൃഷിഭൂമിയാണ് വെള്ളത്തിനടിയിലായത്. തോടുകളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടക്കാത്തതാണ് ബണ്ട് പൊട്ടാൻ കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. വാഴ, മരച്ചീനി, കാച്ചൽ, പയർ തുടങ്ങിയ വിവിധ ഇനം കൃഷികളാണ് ഇവിടെ നശിച്ചത്. മരച്ചീനി കൃഷിയിൽ മാത്രം 2 കർഷകർക്ക് 5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും മൊത്തത്തിൽ 5 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും കർഷകർ പറഞ്ഞു. ഇവിടെ ഈ ചാനലിലെ ഈ മൈനർ ഇറിഗേഷന്റെ വകയാണ് ഈ തോട്ടിൽ അദാനി എടുത്തതിന്റെ ബാക്കി ഭാഗം അത്രയും ഒരു 50 ഏക്കറോളം വാഴ, തെങ്ങ്, മരിച്ചിനി, ചേന, മറ്റ് മലക്കറികളെല്ലാം കൂടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ മഴക്കാലത്ത് കാലാകാലങ്ങളിൽ തോട്ടിനകത്തുള്ള മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊന്നും നടത്താതെ തന്നെ ഇത് വെള്ളം കയറി ആകെ നശിച്ചു. മരിച്ചിനി ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപയോളം ഉള്ള മരിച്ചിനി 2 പാർട്ടികൾക്കായിട്ട് നശിച്ചിട്ടുണ്ട്. കൃഷികളൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ്. പല മേഖലകളിലും ഞങ്ങൾ പോയി മുട്ടി, കൃഷിഭവനിൽ മുട്ടി, പഞ്ചായത്തിൽ മുട്ടി, എന്നിട്ടും ഒരു പരിഹാരമാക്കുക. അതുകൊണ്ടാണ് ഈ ചാനലിനെ ഞങ്ങൾ സമീപിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ നഷ്ടം നമ്മൾ കണക്കാക്കുമ്പോൾ 5 കോടിയിലധികം രൂപയുടെ നഷ്ടം നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും അതിൻ്റെ മേൽ നടപടി സ്വീകരിച്ച് പെരുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഭൂരിഭാഗം കർഷകരും ബാങ്ക് വായ്പയെടുത്തും ഭൂമി പാട്ടത്തിനെടുത്തുമാണ് കൃഷി ഇറക്കിയിരുന്നത്. 2019 മുതൽ കൃഷിനാശത്തിന് അർഹമായ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. 2019 മുതൽ കൃഷിഭവൻ വഴിയോ അല്ലാതെ സർക്കാർ ആനുകൂല്യങ്ങളോ ഒരു വകയും നമുക്ക് ആനുകൂല്യമായിട്ട് ഇതുവരെ ഇൻഷുറൻസ് ചെയ്ത വാഴയുടെ ക്ലെയിം പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് അവർ വന്ന് നോക്കും, എഴുതി പോവും. ഇതുവരെയും 10 പൈസയായിട്ട് ആനുകൂല്യം പോലും. അതുകൊണ്ട് ഇനി കൃഷി ഇൻഷുറൻസ് ചെയ്യാൻ പോലും താല്പര്യമില്ലാത്തൊരു രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാം ലോൺ എടുത്താണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. പാട്ടഭൂമിയാണ് ഞങ്ങൾക്ക് കൂടുതൽ. നിലവിലെ അവസ്ഥ തുടർന്നാൽ വരും വർഷങ്ങളിൽ കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമെന്നും സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ തങ്ങൾ കൃഷിഭൂമിയിൽ തന്നെ മരിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. GTV ന്യൂസ്, വിഴിഞ്ഞം.